അപ്പം നമുക്കിന്ന് നാടൻ ഞണ്ട് കിട്ടിയിട്ടുണ്ട്. നല്ല കമ്മട്ടിക്കാലം ഞണ്ടാണ് ഇത്. നമുക്ക് ഒന്നൊന്ന് കറി വെക്കുന്ന വിധം ഒന്നങ്ങോട്ട് ശരീരത്തില്ല. നന്നായിട്ട് ഞണ്ട് കറി കഴിക്കാം. എൻ്റെ അമ്മോ, കാല് സൂപ്പറായിട്ട് കിടക്കും. പക്ഷെ ഞണ്ടിപ്പോൾ എതിരായിട്ട് നിൽക്കണ സ്വഭാവമാണ് ഇവിടെ കാണിച്ചേക്കണത്. ഇതാ ഇവൻ്റെ ഈ കാലുണ്ടെങ്കിൽ നമുക്ക് പണിയാവും. ഇവനാണ് ശുദ്ധമായ നാടൻ ഞണ്ട് നമ്പർ 1. ഇവനാണ് കറി വെച്ച് തിന്നേണ്ടത്. ശ്രീപാലക്ക് കറി വെക്കണ ഞണ്ടിന്റെ കാല് ആദ്യം തന്നെ ഒടിച്ചിട്ടേ നമ്മുടെ രക്ഷ ആദ്യം നേടണം. എന്നിട്ട് വേണം ബാക്കി നടപടികൾ. ഇല്ലെങ്കിൽ പണി നമുക്ക് പാലും വെള്ളത്തേക്ക് കിട്ടും. കൊച്ചിനെയും കടിക്കും, ഞങ്ങളെയും കടിക്കും. കൊച്ചിനെ ആദ്യം കടിക്കും. ഈ കൊച്ചിനെ പെണ്ണു അല്ലേ? കമ്മറ്റിയാണെന്നും പറയുന്നില്ലല്ലോ. അച്ഛൻ്റെ അടുത്തു സിറ്റിയിലിരിക്കണം. ഒരെണ്ണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. രണ്ടാമത്തതും കൃഷ്ണനോട് പറയട്ടെ, പച്ച വെള്ളം അത് കുത്തണ്ട കാലോടിച്ചിട്ട് അതിനാ പഞ്ചക്കാലി ചെയ്യണം. രണ്ടാമത്തെ ഞണ്ട് ആള് കമ്മറ്റിയാണ്. പക്ഷെ ഇനി ഇതിന്റെ കെട്ടഴിച്ചിട്ട് ഇവന്റെ കാലുകൾ ആദ്യം ഒടിച്ച് വൃത്തിയാക്കിയിട്ട് വേണം കാലുകൾ ആദ്യം തന്നെ ഒടിച്ചില്ലെങ്കിൽ നമുക്കിപ്പം പണി തരും. പിന്നെ ആദ്യം സുരക്ഷിതത്തിൽ പിടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ആള് ചിലപ്പോൾ നമ്മുടെ കൈക്കിട്ട് നല്ല കാലാണ്. ചെറിയ കാലും വലിയ കാലൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചെറിയ ഞണ്ടുണ്ട്, ഇവനും കൂടിയാണ് ഓടിച്ചിട്ടുള്ളത്. ചത്താലും കൂട്ടുമെന്ന് പറഞ്ഞിട്ടാണ് പരുവക്കാരിട്ട് അമർത്തിന് കഴിയുന്ന. ഞണ്ടിന്റെ കാലും കയ്യൊക്കെ ഒടിക്കലൊക്കെ അവസാനിച്ചിട്ടുണ്ട്. ഇനി ഇവനെ മൂന്നിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഞണ്ടിന്റെ തോടൊടിച്ച് മാറ്റി ഞണ്ടിനെ കഷ്ണങ്ങളാക്കി മാറ്റാം. അതിന്റെ വായ ഭാഗമാണിത്. നല്ല അത്രയായിട്ട് വെള്ളം ഒഴിച്ച് അവനൊന്നാട് കഴുകിയെടുക്കണം. ഓരോ ഞണ്ടിൻ്റെയും പുറന്തോട് അടിവശം നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഈ കഴുകല ഇനി ഉള്ളു. അത് കഴിഞ്ഞാൽ പിന്നെ ഇവൻ കലത്തിലോട്ടാണ് വീഴുന്നത്. ഈ ഭാഗമാണ് നമ്മളുടെ കറിക്കലത്തിലോട്ട് വീഴുന്ന ഭാഗം. ഇതാണ്. ബാക്കി തോടൊന്നും കറിക്കലത്തിലോട്ട് വീഴുന്നില്ല. ബാക്കി നമ്മൾ പൊളിച്ച് കളയുന്ന ഭാഗമാണ്. അപ്പം ഞണ്ടിൻ്റെ ഈ അടിവശം ഒന്ന് വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ട് അഴുക്കില്ലാത്തൊരു സംഭവമാണ്. ഇനി ഇവനത് ഇവിടെ തെറ്റാണ് പൊളിക്കാം. ഞണ്ടിന് പൊന്നില്ലാത്തതിൻ്റെ കാരണം സമയം വെളുത്ത പക്ഷമാണ്. വെളുത്ത പക്ഷമായതുകൊണ്ടാണ് ഞണ്ടിൽ
പൊന്നില്ല. അല്ല എങ്കിൽ ഈ മഞ്ഞ കാണുന്ന ഭാഗം മുഴുവൻ നല്ല ചുവന്ന നിറത്തിൽ പൊന്നായിട്ട് മാറിയാണ്. ഇതെല്ലാം നല്ല അസലായിട്ട് നല്ല ചുവന്ന നിറത്തിൽ പൊന്നായിട്ട് മാറും. അതാണ് ഞണ്ടിൻ്റെ പൊന്നെന്ന് പറയുന്ന സംഭവം. ഇതിപ്പോൾ വെളുത്ത പക്ഷമായതുകൊണ്ടാണ് ഞണ്ടിന് പൊന്നില്ലാത്തത്. ഞണ്ടിൻ്റെ ശ്വാസകോശമാണ് ഈ കാണുന്നത്. ഇതൊക്കെ അങ്ങോട്ട് കളഞ്ഞ് ഞണ്ടിൻ്റെ പങ്കായ തുഴച്ചിൽ ഇതാണ്. ഞണ്ടിൻ്റെ ഒടി രണ്ടാക്കി മാറ്റാം, അല്ലെങ്കിൽ വലിയ കഷ്ണങ്ങളാവും. വലിയ ഞണ്ടായതുകൊണ്ട് ഈ ഓരോ ഒടീനെയും 2 കഷ്ണങ്ങളാക്കി മാറ്റിയാൽ കാര്യം അവസാനിച്ചു. അടുത്ത് ഞണ്ടൊടിക്കൽ കഴിഞ്ഞു. ഇനി അവരുടെ കാലുകൾ അതും കൂടി അങ്ങോട്ട് കഴുകിയിട്ടാൽ ഞണ്ടിൻ്റെ കാര്യങ്ങൾ ഭംഗിയായി. വലിയ കാലുകളാണ്. ഇത്രയേ ഉള്ളൂ ഞണ്ടൊടിക്കാനും പറ്റും. അപ്പം നമ്മുടെ ഞണ്ടൊടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ.